1960 അമേരിക്കയിലെ ബോസ്റ്റൺ വിമാനത്താവളം. ഈസ്റ്റേൺ എയർലൈൻസ് 375 എന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ അനവധി സ്റ്റാർലിങ്സ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പക്ഷികളുമായിട്ട് കൂട്ടിമുട്ടി ഒടുവിൽ ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വന്നു. മൊത്തമുണ്ടായിരുന്ന 72 യാത്രക്കാരിൽ 62 പേരും അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു. 1988 എത്യോപ്യയിലെ ബാഹിർദാറാണ് സ്ഥലം. എത്യോപ്യൻ എയർലൈൻസ് 604 അനവധി പ്രാവുകളുമായിട്ട് കൂട്ടിയിടിച്ച് മൊത്തം യാത്രക്കാരായിട്ടുള്ള 104 പേരിൽ 35 പേർ കൊല്ലപ്പെട്ടു. 2009 ന്യൂയോർക്ക് US എയർവേസ് 1549 അന്ന് കനേഡിയൻ ഗീസുമായിട്ടാണ് കൂട്ടിയിടിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 155 പേരും രക്ഷപ്പെട്ടു. അതിന്റെ കാരണം തൊട്ടടുത്തൂടെ ഒഴുകിയിരുന്ന ഹ്യൂഡ്സൺ നദിയാണ്. ആ നദിയിലേക്ക് വിമാനത്തെ നേരിട്ട് ഇറക്കുകയായിരുന്നു പൈലറ്റ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം മിറക്കിൾ ഓൺ ദ ഹ്യൂഡ്സൺ അല്ലെങ്കിൽ ഹ്യൂഡ്സണിലെ അത്ഭുതം എന്ന പേരിൽ അറിയപ്പെടുന്നു. 2019 മോസ്കോ എയർഫ്ലോട്ട് 1492 എന്ന വിമാനം ഗൾഫുമായിട്ട് കൂട്ടിയിടിക്കുന്നു. അതിനെ തുടർന്ന് വിമാനത്തിന് ഹാഡ് ലാൻഡ് ചെയ്യേണ്ടി വരികയും വലിയ രീതിയിലുള്ള അഗ്നിബാധ സംഭവിക്കുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന 78 പേരിൽ 41 പേരും അന്ന് കൊല്ലപ്പെട്ടു. ഓരോ വർഷവും ശരാശരി 16,000 ബേർഡ് ഹിറ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് എല്ലാ വർഷവും 1200 കോടി അമേരിക്കൻ ഡോളേഴ്സിന്റെ നാശനഷ്ടവും ഉണ്ടാകുന്നുണ്ട്. ഞാനിവിടെ ഉദാഹരണമായി പറഞ്ഞിട്ടുള്ള അപകടങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് ലാൻഡിംഗ് സമയത്തോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് സമയത്തോ ആണ്. അതിന്റെ അർത്ഥം ലാൻഡിംഗ് സമയത്തോ ടേക്ക് ഓഫ് സമയത്തോ മാത്രമാണ് വിമാനം പക്ഷികളുമായിട്ട് കൂട്ടിയിടിക്കുന്നതെന്നല്ല. ഏറ്റവും കൂടുതൽ ശതമാനം കൂട്ടിയിടികൾ സംഭവിക്കുന്നത് അപ്പോഴാണെന്ന് മാത്രം. മൊത്തം സംഭവിച്ചിട്ടുള്ള ബേർഡ് ഹിറ്റുകൾ 97% ലാൻഡിംഗ് സമയത്ത് അല്ലെങ്കിൽ ടേക്ക് ഓഫ് സമയത്താണ് സംഭവിച്ചിരിക്കുന്നത്. അവശേഷിക്കുന്ന 3% കൂട്ടിയിടികൾ സംഭവിച്ചിരിക്കുന്നത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 8.5 കിലോമീറ്ററിന് മുകളിലുള്ള മേഖലകളിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചാണ് വിമാനം ശരിക്കും യാത്ര ചെയ്യുന്നത്. കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടിപ്പിക്കൽ ജെറ്റ് എയ്റോപ്ലെയിൻ 8.5 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലുള്ള ഉയരത്തിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക. എന്നാൽ ചില മിലിറ്ററി പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്ക് അതിനേക്കാളും ഒക്കെ വളരെയധികം ഉയരങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് SR-71 ബ്ലാക്ക് ബേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിമാനം ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 26 കിലോമീറ്റർ ഉയരത്തിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. 26 കിലോമീറ്റർ ഉയരത്തിലൊന്നും ഒരു പക്ഷിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ വളരെയധികം ഉയരത്തിലൂടെ സഞ്ചരിക്കുന്ന പക്ഷികളുണ്ട്. ആ പക്ഷികളാണ് 3% ബേർഡ് ഹിറ്റുകൾക്ക് കാരണമായി മാറുന്നത്. റുപ്പൾസ് ഗ്രിഫോൺ വിഭാഗത്തിൽപ്പെടുന്ന വൾച്ചറുകളാണ് ഏറ്റവും ഉയരത്തിലൂടെ പറക്കുന്ന പക്ഷികൾ. ഈ പക്ഷികൾ 11.3 കിലോമീറ്റർ ഉയരത്തിലൂടെ വരെ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ ഒരു കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശരിക്കും ഒരു ബേർഡ് ഹിറ്റിലൂടെയാണ്. 1973 ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വൾച്ചർ വിമാനവുമായിട്ട് കൂട്ടിമുട്ടിയത്. അന്ന് ആ വിമാനം സഞ്ചരിച്ചിരുന്ന ഉയരമാണ് 11.3 കിലോമീറ്റർ.